ഒരു പ്രൊഫഷണൽ ഫാക്ടറി മോട്ടോക്രോസ് ബൈക്ക് ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന കവാസാക്കി KX 250, യമഹ YZ 250 ആ ഒരു മോട്ടോർ സൈക്കിളിനേക്കാളും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും ഒരു ഫാക്ടറി ടീം റേസിന് ഉപയോഗിക്കുന്ന മോട്ടോക്രോസ് ബൈക്ക്. ഇപ്പോൾ MXGP, MX2 അങ്ങനെയുള്ള റേസിന് യൂസ് ചെയ്യുന്ന ബൈക്സ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ എന്താണ് ആ ഒരു വ്യത്യാസം? അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനായിട്ട് പോകുന്നത്. ഇത് ബാറ്റിൽ ഫീൽഡ്, ഞാൻ ആൽബിൻ വർഗീസ്. എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫാക്ടറി ടീം യൂസ് ചെയ്യുന്ന മോട്ടോക്രോസ് ബൈക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സിൽ കുറേ ഡിഫറൻസ് ഉണ്ട്, എഞ്ചിനിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. അതിനുപരി പല സിസ്റ്റംസും ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനാണെങ്കിലും ടോട്ടലി ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു മോട്ടോക്രോസ് ഫാക്ടറി ടീം എന്ന് പറയുന്നത് TVS ആണ്. ഇപ്പോൾ TVS വരെ ഇന്ത്യയിൽ ചിലപ്പോൾ ഇവിടെയുള്ള മോട്ടോക്രോസ് ബൈക്കിൽ യൂസ് ചെയ്യാത്ത പല ടെക്നിക്സും MXGP, MX2 ഫാക്ടറി ടീംസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഗെറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക മോട്ടോക്രോസ് ബൈക്കിന്റെ ഫ്രണ്ട് മഡ് ഗാർഡിലെ ചെറിയൊരു ഡിവൈസ് ഇരിക്കുന്നുണ്ടാവും. ആ ഒരു ഡിവൈസിന്റെ പേരാണ് ഗെറ്റ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റം വഴിയാണ് ഒരു മോട്ടോക്രോസ് റൈഡർ സ്റ്റാർട്ടിങ് സമയത്ത് ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ RPM കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുമ്പോൾ കുറേ ബൈക്സ് ഉണ്ടായിരിക്കും. എല്ലാ ബൈക്സും ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സോസ്റ്റ് നോട്ട് വഴി അല്ലെങ്കിൽ എക്സോസ്റ്റ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ബൈക്കിന്റെ RPM റേഞ്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പ്രൊഫഷണൽ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ നോർമലായിട്ടുള്ള നമ്മുടെ റേസിന് ഇവിടെ എല്ലാ ബൈക്സും ഈ ഒരു രീതിയിലൊന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗെറ്റ് സിസ്റ്റവും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും പ്രൊഫഷണൽ രീതിയിൽ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് RPM മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗെറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഫ്രണ്ട് മഡ് ഗാർഡിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ കറക്റ്റ് ആയിട്ട് ഓരോ LED ലൈറ്റ് വെച്ചിട്ടാണ്, വെറുതെ സിമ്പിൾ ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ്. ആ ഒരു LED ലൈറ്റ് വെച്ചിട്ടാണ് 2000 RPM, 4000 RPM അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ലോഞ്ചിങ് RPM മനസ്സിലാക്കി ഓരോ മോട്ടോക്രോസ് റൈഡറും ലോഞ്ച് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് ബൈക്ക് ലോഞ്ച് ചെയ്യുന്നത്. സോ ആ ഒരു സിസ്റ്റത്തിന്റെ പേരാണ് ഗെറ്റ് സിസ്റ്റം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഹോൾ ഷോട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ലോഞ്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഹോൾ ഷോട്ട് സിസ്റ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഫ്രണ്ട് ഫോർക്കിലുള്ള റൈറ്റ് സൈഡിലുള്ള ഫോർക്കിൽ ചെറിയൊരു ബട്ടൺ ഉണ്ടാവും. അതിനെയാണ് ഹോൾ ഷോട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് നമ്മൾ ഇപ്പോൾ MXGP, MX2 ഒക്കെ കാണുന്ന സമയത്ത് റൈഡറിന്റെ പിന്നിൽ കയറിയിട്ട് മെക്കാനിക്ക് പോകുന്നത് കാണാം. അത് മെക്കാനിക്ക് പോകുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു ഹോൾ ഷോട്ട് ഡിവൈസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സസ്പെൻഷൻ ടോട്ടലി കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസ് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള VDs ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾ ഷോട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഹോൾ ഷോട്ട് സിസ്റ്റം കംപ്രസ് ചെയ്തിട്ടുള്ള ആ ഒരു ലോക്ക് റേസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക് അൺലോക്ക് ആവുന്നത്? കാരണം ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സസ്പെൻഷന്റെ ഡാമ്പിങ്ങോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് സസ്പെൻഷൻ ട്രാവലോ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ റേസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റം ലോക്ക് ചെയ്യുന്നു. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ലോക്ക് ചെയ്തു, സ്റ്റാർട്ട് എടുത്തിട്ട് ഒരു ബമ്പിലോ അല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്കോ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലോക്ക് റിലീസ് ആവും. അപ്പോൾ നമുക്ക് നോർമൽ കണ്ടീഷനിൽ ഓടിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് ടൈമിൽ ബൈക്ക് വീൽ ചെയ്യാവാതെ സഹായിക്കും. സോ അതാണ് ഹോൾ ഷോട്ട് ഡിവൈസ്. ഫാക്ടറി മോട്ടോക്രോസ് ബൈക്കിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹോൾ ഷോട്ട് ഡിവൈസ്. ഇനി ഞാൻ പറഞ്ഞു, മെക്കാനിക്ക് ഒരു റൈഡറിന്റെ ബാക്കിൽ കയറിയിട്ട് MXGPയിലും MX2യിലൊക്കെ നിങ്ങൾ പോകുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഹോൾ ഷോട്ട് ഡിവൈസ് ലോക്ക് ചെയ്യാനാണ്. പിന്നെ അത് മാത്രമല്ല, മോട്ടോക്രോസ് ബൈക്കിന്റെ ഫാക്ടറി മോട്ടോക്രോസ് ബൈക്കിന്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം വരിക 950 mm ഒക്കെ ആയിരിക്കും. റൈഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും ഈ ഒരു സീറ്റ് ഹൈറ്റ് വരുന്നത്. 950 mm എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു ബൈക്ക് അത്രയും സസ്പെൻഷൻ ട്രാവൽ ഉള്ള ബൈക്സ് ആയിരിക്കും. കാരണം ജമ്പുകൾ എന്ന് പറയുന്നത് അത്ര വലിയ ജമ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ കറക്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യണം. പിന്നെ ഓരോ റൈഡേഴ്സിനും അവരുടെ സ്യൂട്ട് ആവുന്ന രീതിയിൽ സീറ്റ് ഹൈറ്റ് ഡിഫറൻസ് വരുത്താറുണ്ട്. സോ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഇത്രയും സീറ്റ് ഹൈറ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് അവരുടെ ഫ്ലാറ്റ് ഫുട്ട് വരുത്താൻ വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ടിംഗ് ബ്ലോക്സ് യൂസ് ചെയ്യും. ഈ ഒരു സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ബ്ലോക്ക് ആണ്. ആ ഒരു ബ്ലോക്കുമേ കറക്റ്റായി ഫ്ലാറ്റ് ഫുട്ട് വെച്ചിട്ടാണ് ഓരോ റൈഡേഴ്സും സ്റ്റാർട്ട് എടുക്കുന്നത്. ആ സ്റ്റാർട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മെക്കാനിക് ആ ഒരു ബ്ലോക്ക് എടുത്തു കൊണ്ടുവരും. അത് നമുക്ക് വെക്കാം, വെറുതെ ജസ്റ്റ് ഒരു സ്റ്റൂൾ പോലെയാണ്, ചെറിയൊരു സ്റ്റൂൾ പോലെ അത് വെക്കുന്നു. സ്റ്റാർട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്സ് എടുക്കുന്നു. സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോ മോട്ടോക്രോസ് റൈഡറിന്റെയും പിന്നിലിരുന്ന് മെക്കാനിക്ക് പോകുന്നത്. ഇത് മാത്രമല്ല, സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് സസ്പെൻഷനിലാണെങ്കിലും എഞ്ചിനിലാണെങ്കിലും സഡൻ ആയിട്ടുള്ള ചേഞ്ചസിനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മോട്ടോക്രോസ് റൈഡറിനൊപ്പം അവരുടെ പിന്നിൽ ഇരുന്നുകൊണ്ട് തന്നെ മെക്കാനിക്ക് പോകുന്നതായിട്ട് കാണാം. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന എക്സോസ്റ്റ് ആണ് ഫുൾ ടൈറ്റാനിയം എക്സോസ്റ്റ് ആണ് കൂടുതലും പേര് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ടൈറ്റാനിയം. അതും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സോസ്റ്റുകളായിരിക്കും. FMF, അതുപോലെ തന്നെ എക്രോപോവിക്, അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്പനീസിന്റെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം, ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ കാർബൺ ഫൈബർ മെറ്റീരിയൽസ് യൂസ് ചെയ്യും. കാർബൺ ഫൈബർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ഫയറിങ്ങിലാവാം, സ്കിഡ് പ്ലേറ്റിലാകാം, ഫ്യൂൽ ടാങ്ക് ആവാം. ഫ്യൂൽ ടാങ്കും കാർബൺ ഫൈബർ യൂസ് ചെയ്യും.
അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ, ബ്രേക്കിനും ക്ലച്ചിൻ്റെയും മാസ്റ്റർ സിലിണ്ടർ വരെ കാർബൺ ഫൈബർ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെ എവിടെയൊക്കെ കാർബൺ ഫൈബർ യൂസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ അവിടെയൊക്കെ കറക്റ്റായിട്ട് കൊടുക്കും. ചില ഫാക്ടറി ബൈക്കിലൊക്കെ നിങ്ങൾ ഫ്രണ്ടിൽ ഡിസ്കിന് വരെ കവറിങ് ഉണ്ടായിരിക്കും, അതും കാർബൺ ഫൈബർ മെറ്റീരിയൽസ് കൊണ്ടായിരിക്കും കവറിങ് വരുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള കാലിപ്പറിനും എല്ലാത്തിനും കാർബൺ ഫൈബർ കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. സോ കാർബൺ ഫൈബർ ഫാക്ടറി ബൈക്കിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്ത കാര്യം ഫ്യൂൽ ടാങ്ക് ക്യാപ്പിന്റെ മുകളിലുള്ള ബ്രീത്തർ ഹോസ് ആണ്. ബ്രീത്തർ ഹോസ് ഇപ്പോൾ നോർമലുള്ള നമ്മുടെ മോട്ടോക്രോസ് ബൈക്കിലും യൂസ് ചെയ്ത് തുടങ്ങി. കറക്റ്റായിട്ട് ഫ്യൂൽ ടാങ്കിന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ ഫ്യൂൽ ഫ്ലോ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ബ്രീത്തർ ഹോസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്രീത്തർ ഹോസിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാര്യങ്ങളുണ്ട്. ഫ്രണ്ടിലെ സ്ട്രെയിനറൊക്കെ വെച്ച് അങ്ങനെയും ബ്രീത്തർ ഹോസ് വരുന്നുണ്ട്. കാരണം ഈ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് എയർ കടത്താൻ വേണ്ടിയിട്ട് സ്ട്രെയിനറുള്ള ഫ്യൂൽ ടാങ്ക് ബ്രീത്തർ ഹോസ് ഒക്കെ ഉണ്ട്. ഇനി അടുത്തത് ഹാൻഡിൽ ബാർ ആണ്. ഹാൻഡിൽ ബാറും ഓരോ റൈഡേഴ്സിനും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ്. ഓരോ റൈഡേഴ്സിനും അവരുടേതായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ഡിഫറൻസ് വരും. ചില ഹാൻഡിൽസ് വളരെയധികം ബെൻഡ് ആയിട്ടുള്ള ഹാൻഡിൽസ് ആയിരിക്കും. എന്തായാലും എത്ര ഡിഫറൻസ് ആയിട്ടുള്ള ഹാൻഡിലാണെങ്കിലും ആ ഒരു ഹാൻഡിൽ ഒരു ക്രോസ് ബാർസ് നിർബന്ധമാണ്. ക്രോസ് ബാർ എന്ന് പറയുന്നത് ഹാൻഡിലിനെ വളരെയധികം പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഹൈ ആയിട്ടുള്ള ഒരു ജമ്പൊക്കെ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡിലിന്റെ ബെൻഡ് ആവാതെയൊക്കെ സഹായിക്കുന്നത് ഈ ഒരു ക്രോസ് ബാർസ് ആണ്. അത് മാത്രമല്ല ഈ ഒരു ക്രോസ് ബാർസിന്റെ മുകളിൽ ഫോം പാഡിംഗ് ഉണ്ടായിരിക്കും. ഫോം പാഡിംഗ് എന്തിനാണെന്നുള്ളത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. കാരണം പലരും ഫോം പാഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് നോർമലായിട്ട് നമ്മുടെ മോട്ടോർ സൈക്കിൾസിൽ. ഫോം പാഡ്സ് എന്ന് പറയുന്നത് നമുക്ക് സഡൻ ആയിട്ടുള്ള ഒരു ഹിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹിറ്റ് കറക്റ്റായിട്ട് ക്രോസ് ബാറിലോ അല്ലെങ്കിൽ ഹാൻഡിലോ തട്ടി നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം പാഡ്സ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫോം പാഡ്സ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ നെക്കിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിലായിരിക്കാം, ഹെൽമെറ്റിനായിരിക്കാം, എവിടെ വന്ന് ആ ഒരു സ്ട്രൈക്ക് ചെയ്താലും കറക്റ്റായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്നും സംഭവിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം പാഡ്സ് ഈ ഒരു ഫാക്ടറി മോട്ടോക്രോസ് ബൈക്കിലും ഇപ്പോൾ നോർമലി നമ്മുടെ റോഡിലുള്ള ചില ബൈക്കിൽ ഞാൻ കാണാറുണ്ട്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആ ഒരു കൊളീഷൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടയേഴ്സ് ആണ്. ടയേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫുൾ സ്റ്റഡ് ആയിട്ടുള്ള ടയേഴ്സ് ആണ്. പക്ഷേ അതിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺ വരുന്നുണ്ട്. സ്കൂപ്പ് ടയർ ഒക്കെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ ബീച്ചിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടയേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ബ്ലോക്സിൻ്റെ പാറ്റേണിൻ്റെ ഡിഫറൻസിനനുസരിച്ചിട്ടും ടയർ ഡിഫറെൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഓരോ ടെറൈനും ഡിഫറെൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ടയർ മെറ്റീരിയൽ സോഫ്റ്റ്, ഇൻ്റർമീഡിയറ്റ്, ഹാർഡ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റബ്ബേഴ്സാണ് യൂസ് ചെയ്യുക. സോ ടയർ എന്ന് പറയുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ ടെറൈനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടയേഴ്സ് ആണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ക്ലച്ച് ആണ്. ഹൈഡ്രോളിക് ക്ലച്ച് പ്രൊഡക്ഷൻ ആയിട്ടുള്ള മോട്ടോക്രോസ് ബൈക്കിലും യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലച്ച് ഓപ്പറേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈഡ്രോളിക് ക്ലച്ച് എന്ന് പറയുന്നത് ഫാക്ടറി ബൈക്കിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇനി ഫുഡ് പെഗ് എന്ന് പറയുന്നത് ടൈറ്റാനിയം ഫുഡ് പെഗ് ആയിരിക്കും. അതിലുള്ള ടീത്തുകളും ടൈറ്റാനിയം ആയിരിക്കും. ലൈറ്റ് വെയിറ്റും അതുപോലെ തന്നെ കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൈറ്റാനിയം ഫുഡ് പെഗ് യൂസ് ചെയ്യുന്നത്. ഇനി സസ്പെൻഷൻ ആണ്. ഫ്രണ്ടും ബാക്കും ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ ആണ്. ബാക്കിൽ സസ്പെൻഷനിൽ ഒരു ഡാറ്റ സെൻസർ ഉണ്ടായിരിക്കും കറക്റ്റ് ആയിട്ട് ഡാറ്റ സെൻസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഫുള്ളി അഡ്ജസ്റ്റബിൾ എന്ന് പറയുന്നത് കംപ്രഷൻ, റീബൗണ്ട്, ഡാമ്പിങ്, അതിനും സോഫ്റ്റ്, ഹാർഡ്, ഡിപ്പെൻസ് ഓൺ ദ ടെറൈനും അതുപോലെ തന്നെ ഓരോ റൈഡേഴ്സിന് പ്രിഫറൻസിനനുസരിച്ചിട്ട് ആ ഒരു സെറ്റിംഗ്സ് ഒക്കെ മാറ്റുവാനായിട്ട് സാധിക്കും. ഇനി അടുത്ത കാര്യം ഫാക്ടറി ബൈക്കിന്റെ എഞ്ചിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഒരു ഡീറ്റെയിൽസും നമുക്ക് അധികം അറിയാനായിട്ട് സാധിക്കില്ല. കാരണം അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് മോട്ടോക്രോസ് ഫാക്ടറി ബൈക്കിന്റെ, ഒരു ഫാക്ടറി റേസിംഗ് ബൈക്കിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. കാരണം കൂടുതലായിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ഒറ്റ ടീമും പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇനി അടുത്തത് സീറ്റ് തന്നെയാണ്. സീറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഓരോ റൈഡേഴ്സിനും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഇനി അത് മാത്രമല്ല അതിൽ യൂസ് ചെയ്യുന്ന ഫോമും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ റൈഡേഴ്സിനും അവർക്ക് ആവശ്യമായ രീതിയിലാണ് അതിനുള്ളിലുള്ള ഫോം സെറ്റ് ചെയ്യുന്നത്. ഇനി ഫോം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള കവറിങ്ങിൽ വരെ റഫ് ടൈപ്പ് ആയിട്ടുള്ള കവറിങ് വേണോ അല്ലെങ്കിൽ നോർമൽ ഫ്ലാറ്റ് ആയിട്ടുള്ള കവറിങ് വേണോ, അതും ഓരോ റൈഡേഴ്സിനും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. സോ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കറക്റ്റായിട്ട് മെനൂവർ ചെയ്യാനായിട്ട് സീറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നെറ്റ് വൂൾസ് യൂസ് ചെയ്യും. നെറ്റ് വൂൾസ് എന്ന് പറയുന്നത് എഞ്ചിൻ്റെ പല ഭാഗത്തും നെറ്റ് വൂൾസ് കൊണ്ട് അടച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ നോർമലി ഉള്ള ഒരു മെഷ് ടൈപ്പ് നെറ്റ് വൂളാണ്. ഈ ഒരു വൂള് കൊണ്ട് ഓരോ ഭാഗവും കറക്റ്റായിട്ട് അടയ്ക്കുന്നത് അതിനുള്ളിലൊന്നും ഡേർട്ട് കയറാതിരിക്കാനാണ്. ഭയങ്കര മഡ്ഡി ആയിട്ടുള്ള ട്രാക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലുള്ള ട്രാക്കിൽ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഡ് നമ്മുടെ ബൈക്കിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കൽ അപേക്ഷിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ടൈറ്റ് ചെയ്യുക, ലൂസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് നെറ്റ് ബോൾട്സ് യൂസ് ചെയ്യുന്നത്. ഇനി സേഫ്റ്റി ലോക്കാണ്. പല ബോൾട്ടും നെറ്റിനും സേഫ്റ്റി ലോക്കിൻ്റെ ആവശ്യമുണ്ട്. വയർ ടൈറ്റ് ചെയ്തിട്ടുള്ള സേഫ്റ്റി ലോക്ക് ആയിരിക്കും.
ഇപ്പോൾ ഹാൻഡ് ഗ്രിപ്പ് ആണെങ്കിൽ പോലും വയർ ലോക്ക് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ ചെയ്യാറുണ്ട്. അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ചില റൂൾസിൽ ഉണ്ടായിരിക്കും, ചില റേസിംഗിന്റെ റൂൾസിൽ ഉണ്ടായിരിക്കും പല ബോൾട്ടും നെട്ടും വയർ ടൈറ്റ് അല്ലെങ്കിൽ സേഫ്റ്റി ലോക്ക് ചെയ്യണം എന്നുള്ളത്. സോ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. പ്രത്യേകിച്ച് പെട്ടെന്ന് എങ്ങാനും ഏതൊരു നെട്ടോ ബോൾട്ടോ എങ്ങാനും ലൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈപ്പ് ഓഫ് സേഫ്റ്റി ലോക്ക് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഹൈ സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാൻഡ് ഗ്രിപ്പ് എങ്ങാനും ലൂസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് സേഫ്റ്റി ലോക്ക് ഹാൻഡ് ഗ്രിപ്പിൽ അടക്കം ചെയ്യുന്നത്. സോ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണ്. ഇനി ചെയിൻ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ ചെയിൻ ടെൻഷനർ, ചെയിൻ ഗൈഡ് എന്നൊക്കെ പറയുന്ന കാര്യമാണ്. അത് സ്വിംഗ് ആമിലാണ് ആ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ചെയിൻ്റെ ലൈഫ് കൂട്ടാനും അതുപോലെ തന്നെ ചെയിൻ്റെ സ്ലാക്ക് ഒഴിവാക്കാനും സ്ലാക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയിൻ ഗൈഡ് അല്ലെങ്കിൽ ചെയിൻ ടെൻഷനർ യൂസ് ചെയ്യുന്നത്. ഇനി ഹാൻഡിൽ ബാറിലേക്കുള്ള വൈബ്രേഷൻ കുറയ്ക്കാനായിട്ട് ചില കമ്പനികൾ, പ്രത്യേകിച്ച് യമഹയുടെ ജെന്യൂൻ യമഹ ടെക്നോളജി റേസിംഗ് ടീമൊക്കെ ഒരു ഗ്രീൻ കളർ ബാൻഡ് യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു ബാൻഡ് ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു ഹാൻഡിൽ ബാറിന്റെ അടിയിലാണ് ആ ഒരു ബാൻഡ് ഇടുക. ആ ഒരു ബാൻഡ് ഇടുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹാൻഡിൽ ബാറിലേക്കുള്ള വൈബ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അത് എല്ലാ ബ്രാൻഡും ചെയ്യാറില്ല. ചില ബ്രാൻഡ്സ് മാത്രം, ചില റൈഡേഴ്സിന് മാത്രം കൊടുക്കുന്ന പ്രിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി റേസ് ബൈക്കാണ്. റേസ് ബൈക്കിനും സെക്കൻഡറി ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരു സ്റ്റെപ്പിനി എന്ന് പറയുന്ന പോലത്തെ പല കാര്യങ്ങളുണ്ട്. സ്റ്റെപ്പിനി അല്ല, ടയർ സെപ്പറേറ്റ് കൊടുക്കുമെന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ സ്റ്റാർട്ടിംഗ് ബട്ടൺ സെക്കൻഡറി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ബട്ടൺ ഉണ്ടായിരിക്കും. നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ബട്ടൺ ഹാൻഡിൽ ഉണ്ടാവും. അതല്ലാതെ തന്നെ സെക്കൻഡറി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ബട്ടൺ ഫ്യൂൽ ടാങ്കിന്റെ അടിയിൽ കൊടുക്കാറുണ്ട്. സോ എന്തിനാണ് ഈ ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ബട്ടൺ? ഇനി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഹാൻഡിൽമേലുള്ള സ്റ്റാർട്ടിംഗ് ബട്ടൺ വർക്ക് ചെയ്തില്ലെങ്കിൽ റേസ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്യൂൽ ടാങ്കിന്റെ അടിയിലുള്ള സെക്കൻഡറി സ്റ്റാർട്ടിംഗ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കറിയാം ഒരു ബൈക്കാണ്, ബാറ്ററിക്കൊക്കെ എന്തെങ്കിലും എപ്പോഴും സംഭവിക്കാം. അങ്ങനെ എന്തെങ്കിലും ബാറ്ററിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് ജംപ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു പോർട്ട് ബൈക്കിന്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവും. ബാക്കിലുള്ള മഡ് ഗാർഡിന്റെ അവിടെയാണ് ആ ഒരു പോർട്ട് ഉണ്ടായിരിക്കുക. അത് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു പോർട്ടായിരിക്കും. സോ ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോർട്ട് തുറന്നാണ് ബൈക്ക് ജംപ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കുറച്ച് ഫോൾഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. നമുക്കറിയാം ബൈക്കാണ്, ക്രാഷ് വരാനൊക്കെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് മോട്ടോക്രോസ് ആണ്, ക്രാഷ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഗിയർ ലിവറും ബ്രേക്ക് ലിവറും ഫോൾഡബിൾ ആയിട്ടുള്ള ലിവേഴ്സ് ആയിരിക്കും. അത് കൂടുതലും ബില്ലറ്റ് ആയിട്ടുള്ള ടൈറ്റേനിയം മെറ്റീരിയൽസ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി എങ്ങനെയെങ്കിലും ബൈക്ക് നിലത്ത് വീണ് കഴിഞ്ഞാൽ ആ ഒരു ലിവേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോൾഡബിൾ ആകുന്ന ടൈപ്പ് ആയിരിക്കും. ഇനി ഹാൻഡിൽ ബാറിലുള്ള ക്ലച്ച് ലിവർ ആണെങ്കിലും ബ്രേക്ക് ലിവർ ആണെങ്കിലും അതും ഫോൾഡബിൾ ആയിട്ടുള്ള ലിവേഴ്സ് ആയിരിക്കും. അതും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ യൂസ് ചെയ്യാറുണ്ട്. യമഹയൊക്കെ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ടൈപ്പ് ഓഫ് ലിവേഴ്സ് ആണ്. ഭയങ്കര ഫോൾഡബിലിറ്റി ഉള്ള, പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോവാത്ത രീതിയിലുള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. KTM അതുപോലെ തന്നെ ചില ബ്രാൻഡ്സ് ഒക്കെ ബില്ലറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. എന്തായാലും എല്ലാ മെറ്റീരിയൽസും ഫോൾഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. ലിവേഴ്സ് ടോട്ടലി ഫോൾഡബിൾ ആവുന്ന ടൈപ്പ് ആയിരിക്കും. നമ്മൾ തന്നെ ആ ഒരു ഫോൾഡബിലിറ്റി കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. കാരണം മോട്ടോക്രോസ് എന്ന് പറയുന്നതിൽ ക്രാഷ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇനി കുറച്ച് ഗ്രിപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു റൈഡർ എണീറ്റ് നിന്ന് ഓടിക്കുമ്പോൾ കാല് കറക്റ്റ് ആയിട്ട് ലോക്ക് ചെയ്യാനായിട്ട്, ഫ്രെയിമുമേ ലോക്ക് ചെയ്യാനായിട്ട് ചില ഫ്രെയിമുമേൽ റബ്ബർ പാഡിങ് കൊടുത്തിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ചില ബൈക്കിന്റെ ഫ്രെയിമിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ഭാഗം മാത്രം റഫ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. സോ ഈ ഒരു റഫായ ഭാഗത്തിൽ കറക്റ്റ് ആയിട്ട് റൈഡർക്ക് ബൂട്ട് കൊണ്ട് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര മടിയായിട്ടുള്ളൊരു ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രെയിമിലും ആ ഒരു ചേസിന്റെ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ചെളിയും മണ്ണൊക്കെ കയറിയിരിക്കും. അവിടെ ഒരു ഗ്രിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിരിക്കില്ല, കാല് കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിരിക്കില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ റബ്ബർ പാഡിങ്ങോ അല്ലെങ്കിൽ റഫായിട്ടോ ആ ഒരു ഭാഗം ഇടുന്നത്. ഇനി ഓൾറെഡി നമ്മൾ MotoGPയിൽ യൂസ് ചെയ്യുന്ന ഹാൻഡിൽ ബാറിൽ യൂസ് ചെയ്യുന്ന ബട്ടനെ കുറിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. MotoGPയിലുള്ള ബട്ടണിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബട്ടൺസ് ഉണ്ടായിരുന്നു. അത് ഓരോ ആവശ്യത്തിനായിരുന്നു. ലോഞ്ചിങ് കൺട്രോൾ, എഞ്ചിൻ മാപ്പിംഗ്, എഞ്ചിൻ ബ്രേക്കിംഗ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബട്ടൺസ് ഉണ്ടായിരുന്നു. സോ ഒരു മോട്ടോക്രോസ് ബൈക്കിലെ എല്ലാ ഫാക്ടറി ടീമിലും ഇതുപോലുള്ള ബട്ടൺസ് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു ടീമിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീമിൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിന് ഒരു ബട്ടൺ റൈറ്റ് സൈഡിലും കിൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഒരു ബട്ടൺ ലെഫ്റ്റ് സൈഡിലും, രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ബട്ടൺസ് അത് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും, വേറെ ഒറ്റ ബട്ടൺ ഉണ്ടായിരിക്കില്ല. പക്ഷെ ചില ഫാക്ടറി ടീമിലെ മാപ്പിംഗ് സ്വിച്ച് വരെ ഹാൻഡിൽ ബാറിൽ ഉണ്ടായിരിക്കും. മാപ്പിംഗ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. കാരണം 1, 2 രണ്ട് നമ്മൾ നോർമലി ഉള്ള സ്വിച്ച് പോലെ ആയിരിക്കും. അപ്പോൾ 1, 2 അത്രേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവാനും സാധിക്കും. വേറെ അതിനായിട്ടുള്ള ഒരു മീറ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. അത് ചില ബ്രാൻഡ്സ് മാത്രമാണ് ഈ ഒരു രീതിയിലുള്ള മാപ്പിംഗ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഫാക്ടറി ബൈക്കിൽ ഒരു സ്റ്റാർട്ടിംഗ് സ്വിച്ചും ഒരു കിൽ സ്വിച്ചും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഞങ്ങളുടെ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ciao.